തൊടയുടെ ഭാഗത്ത് വണ്ണം കൂടുതലാണ്. ഈ തൊടയുടെ ഭാഗത്തെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം 1 hour എന്നൊക്കെ ആലോചിച്ച് മടി പിടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഈ ഒരു 2 എക്സസൈസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു തൊടയുടെ ഭാഗത്തെ വണ്ണം കുറച്ച് കിട്ടും. ഒരു മണിക്കൂർ ഒന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട, 15 മിനിറ്റ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ തന്നെ ആ ഒരു റിസൾട്ട് ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ 2 എക്സസൈസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ്, മറ്റൊന്ന് സ്ക്വാട്ടുമാണ്. പേരൊക്കെ കേൾക്കുമ്പോൾ പേടിയെ തോന്നുമായിരിക്കും, പക്ഷെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ് എന്ന് പറയുന്നത് കിടന്നിട്ട് ചെയ്യുന്നതും സ്ക്വാട്ട് എക്സസൈസ് എന്ന് പറയുന്നത് നിന്നിട്ട് ചെയ്യുന്നതുമാണ്. സോ നമുക്ക് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സ്ക്വാട്ട് എക്സസൈസ് എന്ന് പറയുന്നത് ആ ഒരു തൊടയുടെ ഭാഗത്തെ വണ്ണം കുറയ്ക്കാനും ഫ്രണ്ടിലെയും ബാക്കിലെയും തൊടയുടെ ആ ഒരു മസിലിന് ബലം കിട്ടാനും നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വയറിൻ്റെ മസിലിൽ കൂടെ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് തൈയിൽ തൊടയുടെ ഭാഗത്തും അതുപോലെ തന്നെ വയറിൻ്റെ മസിലിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു വെയിറ്റ് കുറയ്ക്കാനും ആ ഒരു ഫാറ്റ് ബേൺ ചെയ്യാനും സഹായിക്കുന്നതാണ്. സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് നമുക്ക് നോക്കാം. നിലത്ത് മലർന്ന് കിടക്കുക, മുട്ടുകൾ മടക്കി പാദങ്ങൾ നിലത്ത് വയ്ക്കുക, ഇടുപ്പ് പതുക്കെ മുകളിലേക്ക് ഉയർത്തി ഒരു 2-3 സെക്കൻഡ് അതുപോലെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും താഴേക്ക് വന്നിട്ട് ഇതാണ് 10 മുതൽ 15 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. 2 സെറ്റായിട്ട് ആദ്യത്തെ സെറ്റിൽ ഒരു 10 മുതൽ 15 തവണ ചെയ്യുക, നിർത്തുക, ഒന്ന് റെസ്റ്റ് എടുക്കുക, അതിനുശേഷം വീണ്ടും ഒന്ന് ചെയ്യുക, അങ്ങനെ 2 സെറ്റായിട്ട് ചെയ്യുക. സ്ക്വാട്ട് എക്സസൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലുകൾ തോളിൻ്റെ വീതിയിൽ അകറ്റി നിർത്തുക, നിന്നിട്ട് കസേരയിൽ ഇരിക്കുന്നത് പോലെ പതുക്കെ താഴേക്ക് ഇരിക്കുക, വീണ്ടും നിവർന്ന് നിൽക്കുക, വീണ്ടും താഴേക്ക് ഇരിക്കുക. സോ ഇതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് 10 മുതൽ 15 തവണ. ഇതും 2 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ചെയ്യുന്ന രീതിയും ടൈമുമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വാരി വലിച്ച് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യുക ഇത്ര തവണ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ 2 എക്സസൈസ് മതി നിങ്ങൾ ആ ഒരു തൊടയുടെ ഭാഗത്തെയും അതുപോലെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വയറും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 2 എക്സസൈസ് തന്നെ നിങ്ങൾക്ക് മതിയാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, ഒരു മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ 2 എക്സസൈസ് സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക്